ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. അല്ലമ്മേ, ഇവരെല്ലാം ജയിലിൽ പോകുന്നതുവരെ നമ്മൾ ഇനി എന്തെങ്കിലും ചെയ്യണോ എന്ന് ദീപക് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യണ്ടെന്നും കയ്യും കെട്ടിയെല്ലാം നോക്കി നിന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് അംബിക. പിന്നീട് കാണിക്കുന്നത് ഹരീഷിന്റെ വീടാണ്. ശ്രീലക്ഷ്മിയോടും ഹരീഷിനോടും വീട്ടിലേക്ക് വരാനായി നിർബന്ധിക്കുകയാണ് രാധമ്മ. എന്നാൽ അതൊന്നും നടക്കില്ലെന്നും തീർത്ത് പറയുകയാണ് ഹരീഷ്. ഇത് കേൾക്കുന്ന വേണു പറയുകയാണ്, മോനെ ഹരീഷെ, ഒരു രക്ഷകർത്താവെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ചിലവ് കൂടും. ഇവളെ ഡോക്ടറെ കാണിക്കണം, ഇവൾക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കണം. എന്താണെങ്കിലും എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം, ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനമൊന്നും ഒന്നിനും തികയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീട്ടിലേക്ക് പോകാമെന്ന്. തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ടെന്നും സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ആലോചിക്കാമെന്നും തീർത്ത് പറയുകയാണ് ഹരീഷ്. മോനെ, എനിക്ക് ഇവനോട് സംസാരിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. നീ തന്നെ പറയാൻ വേണു പറയുമ്പോൾ രാജു ഹരീഷിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഹരീഷ്. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. ശേഖരനും യാമിനിയും കൂടി പ്രതാപന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ടെൻഷനോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അംബികയും ദീപക്കും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഇതുവരെ പ്രതാപം വിളിച്ചില്ലേ എന്ന് അംബിക ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ശേഖരൻ പറയുന്നു. ഞാൻ നിങ്ങളെ ഇങ്ങനെ വളർത്തിയതാ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സങ്കടം വന്നാലേ അതെനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുമെന്നും അംബിക പറയുന്നു. അതേസമയമാണ് പ്രതാപൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. തിരിച്ചെത്തിയിട്ടും പ്രതാപൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ ഇത് കണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ശേഖരനും യാമിനിയും. എന്താ പ്രതാപ, നിന്റെ മുഖമെന്താ വല്ലാണ്ടിരിക്കുന്നതെന്ന് അംബിക ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നും ശേഖരനോട് രാജുവിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയാനും പ്രതാപൻ പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇനിയാണ് കളി നടക്കാൻ പോകുന്നതെന്ന് ദീപക് പറയുമ്പോൾ ഇനി എന്താണെങ്കിലും ഒരു 12-14 കൊല്ലം അവൻ ജയിലിലായിരിക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് അംബിക. ആ രതികയും സരസ്വതിയും കൂടി തട്ടിയാലേ പിന്നെ ഈ കൊട്ടാരത്തിലെ റാണി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് അംബിക സന്തോഷിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ ഫോണിലേക്ക് ശേഖരൻ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താനായി പറയുന്നതാണ്. ഏട്ടൻ എന്തോ നല്ല ടെൻഷനിലാണെന്നും ശേഖരൻ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് രാജു കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുന്നതാണ്. ഇത് കേട്ടയുടൻ തന്നെ ദീപക് പറയുകയാണ്, മീഡിയക്കാരറിയാഞ്ഞത് നന്നായി, അറിഞ്ഞിരുന്നെങ്കിൽ അതോടെ തീർന്നേനെ. അല്ല, ഈ ലാപ്ടോപ്പ് ഇടപാടിന്റെ ഡീലിങ്സ് എല്ലാം നടത്തിയത് രാജു അല്ലേ എന്ന് അംബിക ചോദിക്കുമ്പോഴേക്കും രാജു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാജു, ആ ലാപ്ടോപ്പ് ഇടപാടിൽ നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 10% ലാപ്ടോപ്പുകൾ മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ എങ്കിലും എല്ലാം കംപ്ലൈന്റ് ആണ്. യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ചിട്ട് 2 കുട്ടികൾക്ക് പൊള്ളലേറ്റിട്ടുമുണ്ട്. ഇത് കേൾക്കുന്ന രാജു ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. നമുക്കെവിടെ തെറ്റുപറ്റിയതെന്ന് രാജു ചോദിക്കുമ്പോൾ തെറ്റുപറ്റിയത് എവിടെയാണെന്ന് ഉടൻ കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ ഞാൻ രാജിവെക്കേണ്ടതായി വരുമെന്നും പ്രതാപൻ പറയുന്നു. തുടർന്ന് അംബിക പറയുകയാണ്, ലാപ്ടോപ്പ് ഡീലിങ്സിന്റെ ഫയലെല്ലാം ഇവൻ തന്നെയല്ലേ കൈകാര്യം ചെയ്തിരുന്നത്. ഇവൻ കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് ആരു കണ്ടെന്ന് അംബിക പറയുമ്പോൾ ദേഷ്യത്തോടെ ചേച്ചിയെന്ന് വിളിക്കുകയാണ് പ്രതാപൻ. മെയ് അനങ്ങാതെ കോടിക്കണക്കിന് പൈസ അക്കൗണ്ടിൽ വന്നാൽ ഇവനെന്താ കഴിക്കുമോ? വിശ്വസ്തനാണ്, സത്യസന്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവനെ ഏൽപ്പിച്ചു. എന്നിട്ടോ സ്വന്തം മകളെ വരെ കെട്ടിച്ചു കൊടുത്തു. ഇപ്പൊ എന്തായി? പാല് കൊടുത്ത കൈക്ക് തന്നെ ഇവൻ കൊത്തിയില്ലേ എന്ന് അംബിക ചോദിക്കുമ്പോ ചേച്ചി ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് പ്രതാപൻ. പിന്നെ ഞാൻ നിന്നെ എന്റെ സ്വന്തം മകനെ പോലെയല്ലേ വളർത്തിയത്. നീ ജയിലിൽ പോവുക എന്ന് പറഞ്ഞാൽ എന്റെ ചങ്കിനിട്ടാരോ കുത്തുന്നത് പോലെയാ തോന്നുന്നത്. തുടർന്ന് ശേഖരൻ ദേഷ്യത്തോടെ പറയുകയാണ്, ചേച്ചി, രാജു ഒരു പാവമാണെന്ന് കരുതി എന്തും പറയാമെന്നൊന്നും ചേച്ചി കരുതരുത്. അല്ലെങ്കിലും ചേച്ചി ഇങ്ങനെ തന്നെയാ. രാജുവിനെ കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിയാൽ അത് മാക്സിമം മുതലാക്കുമെന്ന് യാമിനിയും ദേഷ്യത്തോടെ പറയുന്നു. തുടർന്ന് അംബിക ദേഷ്യത്തോടെ പറയുകയാണ്, തെറ്റ് ചെയ്തവരെയും കട്ടുമോഷ്ടിച്ച് തിന്നുന്നവരെയും നിങ്ങൾ ആരും തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരേണ്ട ഒരു കാര്യവുമില്ല. എന്റെ അനിയനെ കള്ളനാക്കിയത് നീയാണെങ്കിൽ നീ തന്നെ ജയിലിൽ പോയാൽ മതിയെന്ന് അംബിക പറയുമ്പോൾ തെറ്റ് ചെയ്തവരല്ലേ ജയിലിൽ പോകേണ്ടത്. ഞാനും സാറും എന്താണെങ്കിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ജയിലിൽ പോകേണ്ട കാര്യവുമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇതിന്റെ പിന്നിൽ എന്താ നടന്നതെന്നൊക്കെ ഞാൻ ഉടൻ തന്നെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പിന്നെ എന്ത് വലിയ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ കാര്യത്തിലാണെങ്കിലും സാറിനൊരിക്കലും ജയിലിൽ പോകേണ്ട കാര്യം വരില്ല. അല്ലെങ്കിൽ സാറിനെ ആരും ബലിയാടാക്കാൻ എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ അതിന് സമ്മതിക്കുകയില്ലെന്നും തീർത്ത് പറയുകയാണ് രാജു. അത് സാറിന്റെ മകളുടെ ഭർത്താവായതുകൊണ്ടല്ല, സാറിന്റെ ഇടംകൈ ബലം ഞാനായതുകൊണ്ടാ. തുടർന്ന് ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുമെന്നും ഞാൻ കാരണം സാറിനുണ്ടായ വിഷമത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് രാജു അവിടെ നിന്ന് പോകുമ്പോൾ പ്രതാപൻ പറയുകയാണ്, എന്താണെങ്കിലും ചേച്ചി അവനോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു, അത് വലിയ മോശമായി പോയി. ഇത് രാജുവിന്റെ തന്നെ തെറ്റാണെന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് അംബിക അവിടെ നിന്ന് പോകുമ്പോൾ എന്തൊക്കെ ആലോചിച്ചിരിക്കുന്ന പ്രതാപനെയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.